الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد. അതല്ലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അന്നത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞില്ലേ, ഈസാ നബിയെ നിങ്ങൾക്കും നമുക്കൊക്കെ ഒരു ആഘോഷാക്കാം, ഒരു സന്തോഷാക്കാം. അല്ലാഹുത്തആലാനോട് ഒരു തളികയിൽ സുപ്രയിൽ ഇങ്ങോട്ട് ഭക്ഷണം ഇറക്കി തരാൻ വേണ്ടി പറയണം, നിങ്ങളൊന്ന് ദ്വാരക്കണം, ഒരു സുപ്രയിൽ ഇങ്ങോട്ട് ഇറക്കി തരാൻ. അങ്ങനെ ഇറക്കി തന്നാൽ അത് വലിയ സന്തോഷാവും. തക്കൂനു ലനാ ഈദല്ലി അവലിന വാഹിരിന വായത്തം മിൻക, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ പിന്നിൽ വരുന്ന ആളുകൾക്കും ഒക്കെ ഒരു സന്തോഷാകും, ഒരാഘോഷാകും. മാത്രല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു തെളിവുമാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഇന്നി മുനസ്സിലുഹാ അലൈക്കും. അവര് പറഞ്ഞ പോലെ തന്നെ ടൈം ആകുമ്പോൾ നമ്മൾ ഭക്ഷണം ഇറക്കിത്തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫമൻ യക്ഫുർ ബഅദു മിൻകും ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. അങ്ങനെ ഭക്ഷണം ഇറക്കി തന്നിട്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാതിരുന്നാൽ മുമ്പൊരാളെയും ശിക്ഷിക്കാത്ത ശിക്ഷ കൊടുത്ത് നമ്മൾ പരീക്ഷിക്കും. അങ്ങനെ ഭക്ഷണപാത്രം ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല അതിന് കണ്ടീഷൻസ് വെച്ചു. എന്താ കണ്ടീഷൻസ് വെച്ചത്? നിങ്ങൾ ഭക്ഷിക്കുക, എടുത്തു വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഭക്ഷണം മതിയായോ മറ്റുള്ളവർക്ക് വേണോ കൊടുക്കുക. ഒന്നും പൂഴ്ത്തി വെക്കാനോ എടുത്തു വെക്കാനോ പാടില്ല. അടുത്ത നേരാകുമ്പോൾ ഈ റിസ്ക് തന്നവൻ തന്നെ അടുത്ത നേരവും റിസ്ക് തരും, നിങ്ങളെന്തിനാ പേടിക്കുന്നു? പക്ഷെ അവരെന്ത് ചെയ്തു? കുറച്ചെടുത്ത് അവിടെ പാത്തി വെച്ചു. കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരോട് പറഞ്ഞ കൽപ്പന സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മൾ വരെ ഇന്നതിൻ്റെ കേട് അനുഭവിക്കാം. അവർക്ക് അല്ലാഹു തആല കൊടുത്തതിലെ വിഭവങ്ങളിലെ ഒരു വിഭവമായിരുന്നു മാംസം, കാടപ്പക്ഷിയുടെ മാംസം. അതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ കുറച്ചെടുത്ത് പാക്കറ്റിലാക്കി റെഡിയാക്കി വെച്ചു. അവരോട് പറഞ്ഞു അങ്ങനെ എടുത്തേക്കണ്ട. അവരന്ന് എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് ഇറച്ചിയൊക്കെ കൂടുതൽ ദീർഘായുസില്ലാതെ പോവാണ്. അവരെങ്ങാനും എടുത്തു വെച്ചില്ലെങ്കിൽ ഒരു 10 കിലോ ഇറച്ചി വാങ്ങിയാൽ അതങ്ങനെ കുറച്ച് അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഭക്ഷിക്കാമായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇന്നതിന് കഴിയില്ല. ഏത് സംവിധാനങ്ങൾ ഉപകരണങ്ങൾ വന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കിടന്ന ഇറച്ചിയാണെങ്കിൽ അത് എന്തോ ഒരു കാട്ടെടുത്താണ് മേടി പൊളിക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ കോലം. അതിൻ്റെ ചോരയും അതിൻ്റെ കൂടി വട്ടി ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി. പള്ളിയേക്കെത്തുമ്പോഴോ ചില ആളുകൾക്ക് തീരെ ശോധന അല്ലെങ്കിൽ അവർ കഷ്ണം കഴിക്കുമ്പോഴേക്കും അവർക്ക് ഫുള്ള് ശോധനക്കാരം. അങ്ങനെ അവസ്ഥ മാറിയതുകൊണ്ടാണത്. അങ്ങനെയൊക്കെ വരും. അത് ശരിയായ ഇറച്ചിക്കാണെ കുഴപ്പമുണ്ടാവില്ലല്ലോ. പക്ഷെ അവരന്ന് അങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് നിങ്ങൾ നോക്ക്, മുമ്പൊരു ടീമിനെയും ശിക്ഷിക്കാത്ത വിധം ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ആ ശിക്ഷ അല്ലാഹു കൊടുത്തത്? രൂപഭാവങ്ങൾ മാറ്റിക്കൊടുത്തു. പന്നികളും കൊരങ്ങന്മാരുമായിട്ട് അവരെ മാറ്റിമറിക്കപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാം അവരെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തലപൊന്തിച്ച് നോക്കുകയാണ്. മുഖം കാണുമ്പോൾ ഈസാ നബിക്ക് വലിയ സങ്കടം. 3 ദിവസം മാത്രമേ അവർ നിന്നുള്ളൂ. ആ ടീം മൊത്തം നശിച്ചുപോയി. അള്ളാഹു പറഞ്ഞില്ലേ, ചോദിക്കുന്നത് ഇറക്കിത്തരാം, പക്ഷേ നിബന്ധന വെക്കുമ്പോൾ ആ നിബന്ധന പാലിക്കണം. വിശ്വസിക്കാൻ പറഞ്ഞത് വിശ്വസിക്കണം, സ്വീകരിക്കാൻ പറഞ്ഞത് സ്വീകരിക്കണം, അല്ലെങ്കിൽ ശിക്ഷ തരും. ഇവരോടും അല്ലാഹു തആല പറഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് മൊത്തം സ്വീകരിക്കാതെ വരും. കാരണം തങ്ങൾക്ക് പാഠമുണ്ടല്ലോ. തങ്ങൾ എത്രയോ തെളിവ് കാണിച്ചു കൊടുത്ത് വിശ്വസിക്കാത്തവരതിലില്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ എൻ്റെ ഉമ്മത്തിനെ ശിക്ഷിക്കുന്നത് കാണേണ്ടാന്ന് കരുതിയിട്ട് വാത്സല്യം കൊണ്ട് തങ്ങൾ പറഞ്ഞു, ആ ദൃഷ്ടാന്തങ്ങളൊന്നും വേണ്ട, തോട്ടം വേണ്ട, മണിമാളിക വേണ്ട. ഇവർ പറയും പോലെ മേൽഭാഗത്തുനിന്നൊരു കോണി വെച്ച് തായോട്ട് മലക്കുകൾ ഇറങ്ങി വരുന്ന കാഴ്ച വേണ്ട. എനിക്കങ്ങോട്ട് അവർ കാണും പോലെ കയറിപ്പോകേണ്ട അവസ്ഥയും വേണ്ട, ഒന്നും വേണ്ട. അതിപ്പോൾ വേണ്ട. തങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഞൊടിയിടയിൽ കൊടുക്കുമായിരുന്നു.
അതന്നെയല്ലേ പവറും പത്രാസും പറഞ്ഞിട്ടല്ലേ ഫിർഔനും ആളുകളോട് പറഞ്ഞത്. ഫിർഔന് പറഞ്ഞില്ല മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ട്, ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ സാധുവിനെ വിശ്വസിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എൻ്റെ കയ്യിലല്ലേ ഉള്ളത്, നിങ്ങൾ ഇന്നല്ലേ സ്വീകരിക്കേണ്ടത്? നിങ്ങളെല്ലാവരും മൂസാ നബിനാണ് സ്വീകരിക്കണത്. എങ്ങനെ? അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലേ. എന്നിട്ട് എത്രത്തോളം പറഞ്ഞു? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹതി, ഈ നെഹ്റുകളൊക്കെ ഈ ഹാറുകളൊക്കെ ഒഴുകുന്നത് എൻ്റെ കീഴിലല്ലേ എന്ന്. എങ്ങനെയുണ്ട് വർത്തമാനോ? ഇവിടെയുള്ള ഈ പുഴകളും നദികളൊക്കെ എൻ്റെ കീഴിൽ, ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴുകല്ലേ. അതുകൊണ്ട് എന്നെ സ്വീകരിച്ചാ പോരെ നിങ്ങൾക്ക്? അം അന ഖൈറുൻ മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ, ഈ പാവപ്പെട്ട ഈ സാധുവിനേക്കാളും ഞാനല്ലേ നല്ലോന്, നിങ്ങൾ എന്തിനാ ഇയാളെ കൂടെ കൂടിയത് എന്ന് ഫിർഔൻ ചോദിക്കാൻ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നോക്കിക്കണ്ട ആളല്ലേ ഫിർഔന്. ഒരു വട്ടം 9 വട്ടം ഒരഭിപ്രായ പ്രകാരം ഖുർആന് വ്യക്തമായി പറഞ്ഞ 9 ആയാത്തിൻ ബയ്യിനാത്തിൻ. മറ്റൊരു വിഷയപ്രകാരം എത്രയോ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ട് അപ്പോഴൊക്കെ ഫിർഔന് പറയും മൂസ ഒന്ന് ദ്വാരക്ക്. കാരണം ഫിർഔന് ഈ ദ്വാരക്കാൻ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. 30 കൊല്ലം ആ കൊട്ടാരത്തിലാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം നിന്നത്. അതുകൊണ്ടാണ് നുബുവത്തുമായിട്ടൊക്കെ വന്നപ്പോൾ, റിസാലത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കൊട്ടാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉമുരിക സിനീൻ. ഓ, കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ പോറ്റി വളർത്തിയിട്ട് കൊല്ലങ്ങൾ ഇവിടെ താമസിച്ചിട്ട് അള്ളാന്റെ തീരുമാനം നോക്ക് നിങ്ങൾ. കൊല്ലണമെന്ന് നിശ്ചയിച്ച ശത്രുവിൻ്റെ വീട്ടിൽ തന്നെ സുഖത്തോടെ ആരോഗ്യകാലത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കാൻ അള്ളാന്റെ നിശ്ചയം. കൊല്ലണമെന്ന് നിശ്ചയിച്ച് പ്രസവിച്ച് കിടക്കുന്ന 20,000 കുഞ്ഞുങ്ങളെയും പ്രസവിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളായതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ ഫറോവ, അവന്റെ സൈന്യം, അവരുടെ കൂട്ടത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വളരണമെന്നുള്ള അള്ളാഹുവിന്റെ ആ നിശ്ചയം അള്ളാഹു മനസ്സിലാക്കി കൊടുക്കല്. എന്താണ് ആ മനസ്സിലാക്കി കൊടുക്കൽ? ചെറുതല്ലല്ലോ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്ക് എത്ര വലിയ അർത്ഥത്തിലാണ് പ്രതിഫലിച്ചു പോയത്. കൊല്ലാൻ വേണ്ടി തുനിയുന്നിടത്ത് ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കല്ലേ ഏറ്റവും നല്ല സന്തോഷകരമായൊരു വാക്ക്. ആ വാക്കിൽ സ്വാധീനിച്ചു പോയി. ഖുർറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂ, ഖുർറത്തു ഐനിൻ ലീ വലക്. ഏതായാലും ഫിറൗനെ എനിക്കൊരു കുട്ടിയില്ല, ഒരു കുട്ടിയായി പറയാനൊരു കുട്ടിയില്ല. പെണ്ണുങ്ങളാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടേനു. ഒന്നൊന്നല്ല, കൊട്ടാരത്തിൽ എത്ര ഉണ്ട്? ആസിയ ബീവിയിൽ ലാസ്റ്റ് മെമ്പറാന്നുള്ളൂ. എത്ര ഉണ്ട്? ഖുർറത്തു ഐനിൻ ലീ വലക്, എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമ, ഒരു കുട്ടിയെങ്കിലും കൊട്ടാരത്തിലുണ്ട് എന്ന് പറയാലോ, നമ്മളെ സംരക്ഷണത്തിൽ. അതിനൊന്നെങ്കിലും നിന്നോട്ടെ. അതാണ് ഫിറൗന് സത്യത്തിൽ പിടിച്ച് കിട്ടിയത്. ലാ തഖ്തുലൂ, കൊല്ലരുത്. എത്ര കുട്ടികളെ കൊന്ന്, ഇതിനെ കൊല്ലരുത്. ഒന്നെങ്കിലും അങ്ങനെ നിന്നോട്ടെ. ഇത് കാണാൻ നല്ല സുമുഖനും സുന്ദരനും നല്ല ഭംഗിയും നല്ല ചുറുക്കൊക്കെ ഉള്ളൊരു കുട്ടിയല്ലേ. ഈ കാലം വരെ ആയിട്ട് ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു കുട്ടിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഫിറൗനുണ്ടാതിരിക്കുക ഫിറൗന്റെ കേടാണ്. ഇനിയിപ്പോൾ ആഖിറത്ത് മുമ്പ് ഒരു കുട്ടിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ മുഅ്മിനീങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ വലിയ സന്തോഷം അല്ലാഹ് കൊടുക്കുന്ന ഒരു ലോകമാണ് ആഖിറത്തിൽ. അവിടെ കുട്ടികൾ ഉണ്ടായ പലർക്കും കുട്ടികൾ നഷ്ടപ്പെടും, അതാ പേടിക്കണ്ടേ. തീരെ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികൾ എത്ര വേണ്ടി വെച്ചാൽ അല്ലാഹു തആല കൊടുക്കും. ഇവിടുത്തെ അധ്വാനമൊന്നുമില്ല. അവിടെ ഇപ്പോൾ കാള കൂട്ടാൻ പോകുന്ന ആൾക്ക് കൃഷിയിടം ഉണ്ടോ ചോദിച്ചപ്പോൾ കൃഷിയിടം ഉണ്ട് നബിയെ. കൃഷിയിടം ഉണ്ട്. സ്വഹാബത്തിനോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇറങ്ങിയിട്ട് വിത്തൊക്കെ പാകി, നിങ്ങൾ ഡ്രസ്സ് മാറി കാള കൂട്ടി നടക്കൊന്നും വേണ്ടി വരില്ല, വിത്ത് പാകുമ്പോഴേക്കന്നെ പറിക്കാനാവും പറഞ്ഞു. സ്വർഗത്തിലെ നല്ല കൃഷിയിടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാർ ചോദിച്ചു, അവിടെ അങ്ങാടിയൊക്കെ ഉണ്ടാകുമോ, ഞങ്ങൾക്ക് കുറച്ച് കച്ചവടമൊക്കെ ചെയ്യാൻ. ആ അങ്ങാടിയൊക്കെ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ കച്ചവടം ചെയ്തിട്ട് വില വാങ്ങേണ്ടി വരൂല. വസ്തുക്കളുണ്ടാകും, വാങ്ങലുണ്ടാകും, പിന്നെയും വസ്തുക്കൾ അങ്ങനെ വരും. നിങ്ങൾക്ക് നഷ്ടവുമില്ല, മറ്റവർക്ക് പിന്നെ ലാഭവുമില്ല. അങ്ങനെ പോകും. ഒരു കൂട്ടർക്ക് മാത്രം ലാഭം, മറ്റവർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗാവില്ലല്ലോ. എല്ലാവർക്കും ലാഭം, നഷ്ടം ആർക്കുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്ക്, ഫിർഔനോട് ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൊണ്ട് പുറകോട്ടും.
എത്ര ദുആ ഈ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെത് ഫിർഔന് കിട്ടിയിട്ടുണ്ട്. ഫിർഔന് 30 കൊല്ലം മൂസാ നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തിയില്ലേ. 30 കൊല്ലം കഴിഞ്ഞ് പിന്നെയല്ലേ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണല്ലോ ഖിബ്തിക്കാരനും ബനു ഇസ്രായേൽക്കാരനും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിൽ മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ഇടപെട്ടതാണ്. ഇടപെട്ടപ്പോൾ ഫിർഔനോട് ആരോ പറഞ്ഞു, പണ്ട് ചെറുപ്പത്തിൽ അതിനെ കൊന്നുടാനില്ലേ, നിങ്ങളെ പണിയാണത്. അതെ അതാണ്ടിപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളെ വംശത്തിൽപ്പെട്ട ഒന്നവിടെ കാലിയായില്ലേ. മുപ്പല റെഡിയാക്കിയത് മൂസാ നബി അലൈഹി സ്വലാം കൊന്നൊന്നല്ല, മൂസാ നബി അലൈഹി സ്വലാം പിടിച്ചു മാറ്റിയതാണ്. മൂസാ നബി നല്ല ആരോഗ്യമുള്ള നബിയല്ലേ. ഒന്ന് പിടിച്ചു മാറ്റിയപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിലെത്തി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വലിയ പോലെ ഹൈ ലെവൽ എന്തോ കണ്ടാൽ ഓരോന്നും ഉന്തിയാൽ നമ്മൾ പണിയാവും. അങ്ങനെ നമ്മൾ നിന്ന് അങ്ങനെ നോക്കണ പോലെ കാണുക പടച്ചോൻ അതൊക്കെ ഏതാണ് വലിയ ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാർ ഓലെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ഉന്ത് തന്നാൽ കഴിഞ്ഞ നമ്മളെ കഥ. അത്രയും നല്ല തടിയും അത്രയും നല്ല നീളവും നമ്മൾ പോലെ മുട്ടുകാലിട്ട് എത്തണുള്ളൂ. അത്രയും വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്. പഴയ കാലത്തെ ആൾക്കാരെ കുറച്ചുകൂടി നീളവും കുറച്ച് ആഴവും കുറച്ച് തടിയൊക്കെ ഉള്ളവരല്ലേ, കുറച്ച് നല്ല ആരോഗ്യമുള്ളവരാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കന്നഹു മിൻ റിജാലി ശനൂഅത്ത, ശനൂഅത്ത് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ഒരാളെ പോലെ ഉണ്ട് മൂസാ നബിനെ ഞാൻ കണ്ടപ്പോൾ. നല്ല ആരോഗ്യവാനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി ഒന്ന് പിടിച്ച് മാറ്റിപ്പോൾ ഇയാൾ വീണു, വീകാനൊന്നും പറഞ്ഞിട്ടില്ല, മാറ്റിപ്പോൾ വീണപ്പോൾ ഇവിടെ മർമ്മത്ത് തട്ടി അയാൾ മരിച്ചും ചെയ്തു. എന്താ ഇപ്പം ചെയ്യുന്നത്? ഇതാപ്പോൾ ഖുർആൻ പറഞ്ഞത് ഫവക്കസഹു മൂസാ ഫഖലാലി, മൂസാ നബി തടഞ്ഞതാ. അത്രയും വലിയ ഊക്കിലുള്ള അടിയാ നടക്കണം, അപ്പം അതിനനുസരിച്ചല്ലേ തടയാ. ഒന്നാണ് മാറ്റി നിർത്തി. അപ്പം അയാൾ മരിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം, പടച്ചോൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകതയാണെന്ന് പറയരുത്, ഞാനൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ കുറ്റം ചെയ്തില്ല, ഞാനിവിടെ മാറ്റി നിർത്തിയതാണ്. ഇതൊരു അപാകതയായെങ്കിൽ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചോനെ ഞാൻ ചെയ്ത് തെറ്റായെങ്കിൽ ഞാൻ ഇവിടെ തെറ്റും ചെയ്തിട്ടില്ല, ഞാനിവിടെ മാറ്റി നിർത്തിയതാണ് സ്വാഭാവികം നിലക്ക്, ഫഗ്ഫിർലി എനിക്ക് നീ മാപ്പാക്കി തരണേ. ഇതൊരു തെറ്റും കുറ്റമല്ല, പക്ഷെ ആ വിഷയത്തെപ്പറ്റി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ വന്നൊരു ഖേദാണത്. ഇതിനെ സംബന്ധിച്ചല്ലേ പിന്നെ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് പോയി 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫിർഔന്റെ ചോദ്യമാണ്, കുട്ടിക്കാലത്ത് ഇവിടെ നിന്നിട്ട് ഇപ്പം അങ്ങനെ പതുക്കെ വന്നിട്ട് നബിയാന്നും റസൂലാന്നും പറഞ്ഞ് വന്നിരിക്കുക, നടക്കൂല ഇവിടെ കാര്യം. പക്ഷേ ആ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ കണ്ടനുഭവിച്ചറിഞ്ഞ ആളാണ് ഫിർഔൻ. ഏത് ആപൽ ഘട്ടങ്ങൾ വരുമ്പോഴും പറയും, ഒന്ന് ദ്വാരക്കണം, ഉദൂലനാ ബിമാ അഹിദ ഇൻദക്, നിങ്ങൾക്ക് പരിചയമുള്ള കുറെ ഇസ്മും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അള്ളാനെ വിളിക്കാൻ പറ്റിയത്, അത് വിളിച്ചിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം നമുക്ക് വേണ്ടി. ഇന്നനാല മുഹ്തദു, നമ്മൾ നേർക്ക് നടന്നോളാം, നല്ല വഴിക്ക് വന്നോളാം. ഫലമ്മാ കശഫ്ന അൻഹുമുൽ അദാബ ഇദാഹും യൻകുസൂൻ, ശിക്ഷ നമ്മൾ നീക്കിക്കൊടുത്താൽ പിന്നെ കരാർ അവർ പൊളിക്കും, പിന്നെയും പഴയ രൂപത്തിലേക്ക് പോകും. ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിയാണ്, സ്വീകരിക്കേണ്ട ആളാണ്. പക്ഷേ ഫകദ്ദബ്ന, കളവാക്കി തള്ളി. എല്ലാവരും അങ്ങനെ തന്നെ, ഫകദ്ദബ്ന, നമ്മൾ കളവാക്കി തള്ളി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു ഇങ്ങനൊന്നും ഇറക്കിയിട്ടില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്തു. ഈ പ്രബോധിക്കുന്ന ആളുകളോട് പറയും, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. പ്രബോധനം നടത്തുന്ന മുർസലീങ്ങളോട് പറയുന്നൊരു ഭാഷ, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഓ മുർസലീങ്ങളെ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്, ഹക്ക് സ്വീകരിക്കാത്തവരാണ് മുർസലീങ്ങളോട് പറയുന്നത്. നിങ്ങളാണ് പേച്ചത്, നമ്മളല്ല, നിങ്ങളാ പേച്ചത്. ഖുറൈശികൾ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടും പറഞ്ഞില്ലേ, നിങ്ങളാണ് പേച്ചവർ, നമ്മളല്ല, നമ്മളൊക്കെ നല്ലവരാണ്. ജൂതന്മാരും നസാറാക്കളും പറഞ്ഞു, നമ്മളാണ് സത്യത്തിലുള്ളത്, നമ്മൾ ആണ് സത്യത്തിൻ്റെ ആൾക്കാർ, നമ്മളാണ് ജയിക്കുക. ഓരോരുത്തർ പറയാം ഇവർ ജയിക്കൂല, ഇവർ നരകത്തിലായിരിക്കും. ഇനി നമ്മൾ നരകത്തിൽ കടക്കേണ്ടി വന്നാൽ തന്നെ കുറച്ച് ദിവസം കിടക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ ഇവർ കിടക്കും. അപ്പം നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾ അള്ളാഹിനോട് കരാറ് വാങ്ങിയണോ? കുറച്ച് ദിവസം നിങ്ങൾ കിടക്കുള്ളൂ, ബാക്കിയുള്ള ദിവസം ഞങ്ങളാണ്. എന്താ നിങ്ങൾ ഈ പറയുന്ന നുണ? ഖുൽ അത്തഖദ്തും ഇൻദല്ലാഹി അഹദൻ, അള്ളാഹുവിനോട് നിങ്ങൾ വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? കുറച്ചു കാലം ഞങ്ങൾ അവിടെ കിടത്താവൂ, പിന്നെ സ്വർഗത്തേക്ക് വിടണം, ബാക്കി വരെ കിടത്തിയാൽ മതി.
ശുദ്ധമായ നുണയാണ്. അതല്ലേ കളവ് എന്ന് പറഞ്ഞ ഫകദ്ദബ്ന, ഞങ്ങൾ കളവാക്കി തള്ളി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹു ഇങ്ങനൊന്നും ഇറക്കിയിട്ടില്ല എന്ന് സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, മുർസലീങ്ങളോട് പറഞ്ഞു നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. ഇവിടെ രണ്ട് വിഷയങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കുമുള്ള മുന്നറിയിപ്പുകാരനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരുപാട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നൽകിയ മുന്നറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവസാന ഘട്ടത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ ഏകദേശം കണ്ടു തുടങ്ങുകയാണ്. പലതും നമ്മൾ അനുഭവിച്ച് കഴിയുകയാണ്. സഹോദരങ്ങളെ, ആ മുന്നറിയിപ്പ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ. അവസാന ഘട്ടത്തിലേക്ക്, ലോകം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകൾ വരും. അതിൽ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ കണ്ടില്ലേ നിങ്ങൾ? എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ആളുകൾ, ഏറ്റവും അധികം മുസ്ലിങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ സമയവും വിഷയവും കാര്യവും ഒന്നും മനസ്സിലാക്കാതെ ഇപ്പൊ ഏറ്റവും അധികം ആളുകൾക്ക് ട്രെൻഡായി മാറുന്നത് ഒന്നുകിൽ അവര് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതത്തിന്റെ വക്താക്കളാകാം, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്നിന്റെ ആളുകളാകാം, അല്ലെങ്കിൽ വിനോദത്തിന്റെയും കളിയുടെയും ആളുകളാകാം. അതിനാണപ്പോൾ വലിയ ചെലവൊക്കെ ചെയ്യുന്നത്. അനുദിനം വർദ്ധിക്കുകയല്ലേ, അത് കുറയല്ലേ അനുദിനം വർദ്ധിക്കുക ചെയ്യുക. പക്ഷെ ഇതിൻ്റെ ഒരു ദുരന്ത ഫലം വിശദീകരിക്കുന്ന ചില ഹദീസുകളൊക്കെ ഉണ്ട്. അത് ഭൂമിയിലെയും ആകാശത്തിലെയും വിഷയങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്നിടത്ത് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഉള്ള ശിക്ഷകൾ, രണ്ട് തരത്തിലുള്ള ശിക്ഷകളും അല്ലാഹു തആല സൂറത്തു തബാറക സൂറത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ആമിൻതും മൻ ഫിസ് സമായി എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ അത് വായിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ ഇതിൻ്റെ പിന്നിലാണ്, പലരും ഇതിൻ്റെ പിന്നിലാണ്. നമ്മുടെ മക്കളാരും അതിൻ്റെ പിറകെ ഉണ്ടായിട്ട് അവരങ്ങനെ ഏത് സമയത്തും വീട്ടിലേക്ക് വരുമ്പോൾ കതക് തുറന്നു കൊടുക്കേണ്ട ദാരുണമായ സാഹചര്യം ഉണ്ടാകരുത്. മുമ്പൊക്കെ വാപ്പാരൊക്കെ ക്ഷണിച്ചിരുന്നു, 10 മണിയാകുമ്പോഴേക്ക് എവിടെ പോയാലും ശരി വീട്ടിലെത്തണം. ഇന്ന് നിനക്ക് തോന്നുമ്പോൾ നീ വന്നോ, ഞാൻ തുറന്നു തരാമെന്നുള്ളതാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ആ കളിക്കൂടാരം ഓപ്പൺ ചെയ്യുന്നതിനെ 10 മണിക്കാണ്. പിന്നെ 4 മണി വരെ തുടർന്ന് ആ പരിപാടി നടക്കുകയാണ്. അത് നമ്മളാളുകളല്ലേ കൂടുതൽ, മറ്റുള്ളവരൊക്കെ പിറ്റേന്ന് പണിയുണ്ടെന്ന് നിലക്കവിടെ പോയി ഉറങ്ങിയിട്ടുണ്ട്, തിമർത്താടുകയാണ്. എന്നിട്ട് പകൽ സമയം സുബഹിന്റെ നേരം ഒക്കെ ഖളാ ആക്കി ഉറങ്ങാണ്. രക്ഷിതാക്കളോട്, ഉമ്മമാരോട് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു ദുർവൃത്തിക്ക് നമ്മുടെ മക്കളെ വിടരുത്. അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് വളരെ വലിയ ദുരന്തമാണ്, ചെറുതല്ല, വളരെ വലിയ ദുരന്തമാണ്. അവർ 2 മണിക്കൂർ എന്ന് പറഞ്ഞ് പോയിട്ട് അതിന് ക്യാഷ് കൊടുത്ത് കളിക്കാണ്. അതെങ്ങനെ ഹലാലാകുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മണിക്കൂറിന് എന്തോ ഒരു ക്യാഷ് ഉണ്ടല്ലോ, അത് അടച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അപ്പുറത്ത് ഒരു നല്ലൊരു കച്ചവടമൊക്കെ ചെയ്യാം. കാരണം ആളുകൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ക്യാഷ് ഇങ്ങനെ കിട്ടുകയല്ലേ. അപ്പോൾ ടീമൊക്കെ വരുന്നതിനനുസരിച്ച് മുമ്പൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പറമ്പിലുണ്ടെങ്കിൽ ആ പറമ്പിൽ 4 പന്ത് ഇട്ടായിരുന്നു, വലിയ മുടക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനല്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, കുറച്ചുകൂടി ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തിക സ്രോതസ്സൊക്കെ വന്നപ്പോൾ ഞെരുക്കെന്നൊക്കെ ഒരു ഭാഗത്ത് പറയും. പക്ഷെ ഇത്തരത്തിൽ കാര്യങ്ങൾക്കൊന്നും ഞെരുക്കല്ല, സുലഭമായി സജീവമായി നടക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ആത്മാഭിമാനത്തോടെ പറയും, ഓ ഞാനൊരു 3 കളിയിൽ കളിച്ചിട്ടുണ്ട്, ഒരു സ്വർഗത്തിലൊക്കെ പോയി വന്ന ആളെ മാതിരിയാ പറയണത്. അല്ലെങ്കിൽ ഒരു മസ്ജിദുൽ അഖ്സയിലും മസ്ജിദ് നബിയിലൊക്കെ പോയി വന്ന ആളെ മാതിരി 3 വട്ടം ഞാൻ കളിച്ചിട്ടുണ്ട്, അതിന് ഒരു ചാൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സംഭവം, ഭയങ്കര അഭിമാനം പറയണത്. എന്താ നിങ്ങൾ നോക്ക്, ക്യാഷ് കൊടുത്തിട്ട് ഈ നേരം മുഴുവനും കളഞ്ഞിട്ട്, ആ നേരത്തൊക്കെ തിമിർത്താടിയിട്ട് സുബഹി നിസ്കാരം ഖളാക്കിയിട്ട് മറ്റു നിസ്കാരങ്ങളിലെ ജമാഅത്തും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് ബാപ്പാനും ഇമ്മാനെയൊക്കെ ധിക്കരിച്ചിട്ട് എന്തെല്ലാം വിഷയങ്ങൾ വരുന്നുണ്ട്. നിസ്കാരം ഖളാകുന്ന അവസ്ഥയിലേക്ക് ഒരു കളി നീങ്ങുകയാണെങ്കിൽ ഹറാമാന്നല്ലേ ഫത്തുൽ മീൻ പറഞ്ഞത്. തർക്കമുണ്ടാകുന്ന അവസ്ഥയിലേക്ക്, സാമ്പത്തിക നഷ്ടം വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിലും വിഷയം അങ്ങനെ തന്നെയല്ലേ. വലൗകാന ശത്രുഞ്ജൻ, അത് ചെസ്സാണെങ്കിലും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ചെസ്സിനെ പറ്റി ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, അത് തിരക്കടില്ല, അത് ഹലാലാണ്.
അത് എടുത്തു പറഞ്ഞു പ്രത്യേകം വലൂക്കാന ശത്രുഞ്ജൻ. ചെസ്സാണെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ഒരു പണച്ചെലവിന് വേണ്ടി വിനിയോഗിക്കേണ്ട ഒന്നല്ല ഈ വിനിയോഗം, അങ്ങനെ കൊടുക്കേണ്ടതുമല്ല. അതിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ചകൾ വരുമ്പോഴാണ് നമ്മുടെ ആത്മീയമായ ഭാവങ്ങളൊക്കെ തകരുക. അങ്ങനെയാണത് വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതൊന്നും തള്ളാനുള്ളതല്ല, നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടതാണ്, ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. എന്താണ് ഈ മുന്നറിയിപ്പുകളൊക്കെ, ഇത് നടത്തിയതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളൊക്കെ എന്താണ്, നമ്മളെങ്ങനെ സ്വീകരിക്കേണ്ടത്? വലിയ മുന്നറിയിപ്പുകാരൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നദീറുൻ എന്നത് ഒരു വ്യക്തിയെ പറ്റി മാത്രം പറയുമ്പോൾ ആ മുന്നറിയിപ്പിന്റെ ഒരു വലുപ്പം ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ ആലോചിച്ചാൽ എത്ര വലിയ മുന്നറിയിപ്പാണ് തങ്ങൾ തന്നത്, എന്താണ് തങ്ങൾ പറഞ്ഞു തരാത്തത്, എല്ലാം വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഉള്ള ആളുകളായി മാറണം. അല്ലെങ്കിൽ നമ്മൾ ഈ വർത്തമാനം പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനൊക്കെ വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഫകദ്ദബ്ന, ഞങ്ങൾ കളവാക്കി തള്ളി, ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല, ഞങ്ങളൊരു നിലക്കും അത് ഉൾക്കൊണ്ടിട്ടില്ല. പിന്നെയും പറയുന്നു വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ. അത് വിലാപാണ് പിന്നെ പറയുന്നത്. ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വന്നു, ഞങ്ങൾ സ്വീകരിച്ചില്ല, തള്ളിയതാണ്. പിന്നെ പറഞ്ഞു ലൗ കുന്നാ നസ്മഉ, അന്നത് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, അത് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകവാസികളിൽ പെടൂലായിരുന്നു, ഈ നരകത്തിൽ പോകേണ്ടി വരില്ലായിരുന്നു. അവർ ഏറ്റു പറയുകയാണ് മലക്കുകളോട്. ചോദിക്കുന്ന മലക്കുകൾ ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചത്, ചെറിയ ചോദ്യം, ഉത്തരം എത്ര വലുതാണ്. ഇനി എത്ര വലിയ ഉത്തരം ഉണ്ടായിട്ടും കാര്യമുണ്ടോ, രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാഹു പറയുന്നു ഫഅതറഫൂ ബിദംബിഹിം, ഫഅതറഫൂ ബിദംബിഹിം, അവർ കുറ്റം സമ്മതിച്ചു, അവരായി ചെയ്ത കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അവരെ ശിക്ഷിക്കുന്നത് വെറുതെ അങ്ങോട്ട് നമ്മളൊരു അധികാരം ഉപയോഗിച്ച് ശിക്ഷിക്കാണെന്ന് കരുതണ്ട. അവർ കുറ്റം സമ്മതിച്ചിട്ടാണ് ശിക്ഷ വാങ്ങുന്നത്. ഫഅതറഫൂ ബിദംബിഹിം, അവർ കുറ്റം സമ്മതിച്ചു. എന്താണ് കുറ്റം? ഈ അമ്പിയാക്കൾ ഔലിയാക്കൾ വന്ന് അവര് പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി തള്ളി, സ്വീകരിക്കാതെ നടന്നു. ഫസുഹ്ഖൻ ലി അസ്ഹാബിസ് സഈർ, ഒരു പക്ഷേ അത് മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള എതിരായ പ്രാർത്ഥനയാണ്. ഫസുഹ്ഖൻ, വളരെ വിദൂരം, ലി അസ്ഹാബിസ് സഈർ, നരകവാസികൾക്ക്, സഈറിന്റെ ആളുകൾക്ക്. സഈർ എന്ന് കണ്ടില്ലേ ആവർത്തിച്ച് സൂറത്ത് തബാറക്കയിൽ. എത്ര സഈറായി പറയുന്നു? ഒരു സഈർ ആദ്യം പറഞ്ഞില്ലേ, വഅതദിനാലഹും അദാബ സഈർ, കത്തിജ്വലിക്കുന്ന നരകം. അതാണല്ലോ സഈർ എന്ന വാക്കിന്റെ അർത്ഥം. എപ്പോഴും അത് കത്തിജ്വലിക്കുകയാണ്. കെട്ടുപോകുന്നൊരവസ്ഥ നരകത്തിനില്ല എന്നുള്ളൊരവസ്ഥ പറഞ്ഞതാണ്. വഅതദിനാലഹും അദാബ സഈർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സഈറിന്റെ ആളുകളായി ഞങ്ങൾ മാറേണ്ടില്ലായിരുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലും പറഞ്ഞില്ലേ, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ. ആവർത്തിച്ചിട്ടില്ലേ നിങ്ങൾ സഈർ പറയുന്നത്? ഇപ്പൊ 3 വട്ടമായി തബാറക സൂറത്തിൽ നരകത്തിന്റെ ആ കടുപ്പം വിശദീകരിക്കുന്ന വാക്ക് അള്ളാഹു ആവർത്തിച്ചു പറയുന്നു. ഒരേ വാക്ക് ആവർത്തിച്ചു പറയുമ്പോൾ അതിന്റെ ആ ഒരു ഗൗരവ മനസ്സിലാക്കേണ്ടത്. ആദ്യം പറഞ്ഞു വഅതദിനാലഹും അദാബ സഈർ. അപ്പൊ അതാ 10ാമത്തെ ആയത്തിലും പറഞ്ഞു ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങളത് കേട്ട് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ഉൾക്കൊള്ളുകയും വേണം. രണ്ടിനുള്ള കഴിവ് അല്ലാഹു തന്നിട്ടുണ്ട്. കേൾക്കുകയും ചെയ്യാം, മനസ്സിലാക്കുകയും ചെയ്യാം. സംഉണ്ട്, അഖിലും ഉണ്ട്. അഖിലില്ലേ, ഓനോട് പ്രത്യേകം ചോദ്യമല്ല. എന്തേ മനസ്സിലാക്കായിരുന്നു? പഠിച്ചോനെ, എനിക്ക് അഖിൽ നീ തന്നില്ലല്ലോ, ഓൻ ഏതെങ്കിലും നിനക്ക് രക്ഷപ്പെടും. എനിക്ക് ബുദ്ധി ഇല്ലല്ലോ അല്ലാ, ബുദ്ധി നീ തന്നിട്ടില്ലല്ലോ. ഞാനൊന്നും കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടില്ലല്ലോ, ഓനെങ്കിലെങ്കിലൊക്കെ രക്ഷപ്പെടാം. അതുകൊണ്ടല്ലേ പരമസാധുക്കളായ, വലിയ തന്ത്രവും വളവും വക്രതൊന്നും ഇല്ലാത്ത ആളുകൾ, പച്ചപ്പാവങ്ങളാണ് നരകത്തിൽ കൂടുതൽ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അക്സറു അഹ്ലിൽ ജന്നത്തി അൽ ബുൽഹു, വളവന്മാരും വക്രത ഉള്ളവരും അല്ല, ചതിയന്മാരും അല്ല, സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അൽ ബുൽഹു, പച്ചപ്പാവങ്ങളാണ്. ഓലങ്ങനെ വക്രതക്കും വളവിനും അതുപോലെ തന്നെ കൂടോത്രത്തിനും കുരുത്തക്കേടിനൊന്നും ഓല് പോയിട്ടില്ല. ഓലങ്ങനെ സാധുക്കളായി ജീവിച്ചതാണ്. ഓല ഇബാദത്തും ഓല ഇൽമുമായിട്ട് അങ്ങനെ കൂടിയതാണ്.
ഓലങ്ങനെ വേറെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഓലെ കണ്ടാൽ അങ്ങനെ ഒരു വലിയ മേനി നടിക്കൂല. അങ്ങനത്തെ പച്ചഭാവങ്ങളാണ് അവർ കേട്ട് ഉൾക്കൊള്ളാൻ അവർ മുൻപന്തിയിലാണ്. നരകക്കാരായ ആൾക്കാർ പറയുന്നു കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായി, ഇനി കേൾക്കോ. വിലാപത്തിന്റെ ഒരു ശൈലിയാണ്. വേറെ ഒരു ശൈലി ഖുർആൻ പറയുന്നുണ്ട്, ഒരു ചാൻസും കൂടി തരാണെങ്കിൽ പഠിച്ചോ, രണ്ടാമത്തെ വേണ്ട. ലോ അന്നലന കറ, ഒറ്റ ചാൻസ് കൂടി തരുമോ, നാ മുഅ്മിനായിട്ടുണ്ട് വരാം. നടക്കോ ഇനി? മുഅ്മിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം, സ്വാലിഹീങ്ങളായിട്ട് വരാം, എന്തും ചെയ്തു വരാം. അത് ഇനി നടക്കൂല, അത് നേരത്തെ കഴിഞ്ഞു പോയി. ഇപ്പൊ കുറ്റം സമ്മതിച്ച് ശിക്ഷ വാങ്ങുക. ഫഅതറഫൂ ബിദംബിഹിം, എത്ര വലിയൊരു വർത്തമാനമാണത്. അവർ ചെയ്ത പാപം അവർ സമ്മതിച്ചു, അവർ ചെയ്ത കുറ്റം അവർ ഏറ്റുപറഞ്ഞു. ഇനി അള്ളാന്റെ മഗ്ഫിറത്ത് അവർക്ക് ലഭിക്കൂല. കാരണം സ്വന്തം ശരീരത്തിന്റെ കുറ്റമല്ലേ ഏറ്റുപറഞ്ഞത്. ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, ഇത് കേൾക്കുമ്പോ അല്ലാഹു തആലാന്റെ മലക്കുകൾ പറയുന്നു, നരകക്കാരായി തീർന്ന ആളുകളെ നിങ്ങൾക്ക് ദൂരം തന്നെ, അള്ളാഹിന്റെ റഹ്മത്തിനൊട്ട് നിങ്ങൾ അകന്നു പോവുകയാണ്, നിങ്ങൾക്കിവിടെ രക്ഷയില്ല. നരകക്കാര് നരകത്തിൽ പ്രവേശിപ്പിക്കുമ്പോ ബോധ്യപ്പെടുത്തി അല്ലാഹു തആല ശിക്ഷിക്കുകയാണ്. എന്നാൽ ബോധ്യപ്പെടുത്താതെ തന്നെ കുറ്റവാളികളായ ഒരു ടീമിനെ പിടിച്ച് നേരത്തെ തന്നെ ഇടുന്നുണ്ട്. ഹിസാബില്ലാത്തവരാണ്. ഹിസാബില്ലാതെ പോകുന്നത് സ്വർഗത്തിലേക്കും ഉണ്ട്, നരകത്തിലേക്കും ഉണ്ട്, രണ്ടു കൂട്ടരിലേക്കും ഉണ്ട്. നരകത്തിലേക്ക് ഹിസാബില്ലാതെ പോകുന്നവരെ പറ്റിയാണ് അർ-റഹ്മാനിൽ പറഞ്ഞത്, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വല്ലഖ്ദാം. കുറ്റവാളികളെ അടയാളം നോക്കി തിരിച്ചറിയും, അവരെ മൂർധാവും കാൽപാദവും കൂട്ടിയങ്ങ് കെട്ടും. എന്നിട്ടൊരു പിടുത്തമാണ്, ആ പിടിച്ചിട്ടൊരൊറ്റയേറാണ്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ സുഖത്തിന് വേണ്ടി ഒരു കാറിൽ വസ്തുക്കൾ കെട്ടിയിട്ട് അങ്ങോട്ടിടുന്നത്. ലഗേജ് ഒക്കെ കണ്ടില്ലേ ഒരു കാറിൽ മൊത്തം കെട്ടിയിട്ട് അങ്ങോട്ടിടുന്നത്. ഇതേ രൂപത്തിൽ മനുഷ്യന്റെ മൂർധാവും കാൽപാദവും ഒന്ന് വളച്ചു വെക്കും, എന്നിട്ടൊരു പിടുത്തം പിടിക്കും, എന്നിട്ടൊരൊറ്റയേറാണ്. സ്പീഡിൽ പെട്ടെന്ന് എറിഞ്ഞു കഴിയണ്ടേ. അങ്ങനെ ചില കുറ്റവാളികളുണ്ട്, അവരോട് ചോദിക്കേണ്ടതില്ല. അടയാളം കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവര് നരകത്തിൽ നേരത്തെ പോകാനുള്ളവരാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ളവർക്കും അങ്ങനെ നിശ്ചിത അടയാളങ്ങളുണ്ട്, അവരോടും ചോദിക്കേണ്ടതില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. അവരോട് പ്രത്യേകം ചോദിക്കേണ്ടേയില്ല, നിങ്ങൾ എന്തേ ചെയ്തത്, എങ്ങനെ ജീവിച്ചതും ചോദിക്കേണ്ടേയില്ല. അടയാളങ്ങൾ അവരിൽ തന്നെ ഉണ്ട്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സ്വർഗീയസ്ഥരിൽ നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ. ഈ തബാറക സൂറത്തിൽ വിശ്വാസികളെ പറ്റി അള്ളാഹു പറയുന്നത്, വിജയിക്കുന്നവരുടെ അടയാളം പറയുന്നത് 12-ാമത്തെ ആയത്തിലാണ്, ഒരൊറ്റ ആയത്തിലാണ് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. صدق الله العظيم.
صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين